Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരി പെരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിത് ഓവനിൽ വെച്ചിട്ടുണ്ടാക്കുന്നതും പാനിൽ വെച്ചിട്ടുണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട്. ഒരു തുണി വെച്ചിട്ട് തന്നെ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ചിക്കനിലത്തെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞാലാണ് ഇതിൽ നമ്മൾ ചേർക്കുന്ന മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. പിന്നെ ഞാൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ട് തന്നെ ഇതിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പെരി പെരി സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളർ ക്യാപ്സിക്കം കിട്ടണമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. റെഡ് കളർ എടുക്കണമെങ്കിൽ നല്ലൊരു കളർ കൂടി കിട്ടും. ഇപ്പോൾ എനിക്ക് റെഡ് കളർ ക്യാപ്സിക്കം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡ് കളർ ക്യാപ്സിക്കം കിട്ടണമെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം പെരി പെരി സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൂടെ പെരി പെരി ചിക്കൻ മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലേക്കുള്ളതും മന്തി റൈസിലേക്കുള്ള പെരി പെരി സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. പിന്നെ ഞാൻ പെരി പെരി ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരതൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നല്ലൊരു കിടിലൻ മന്തി റൈസാണത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാനിൽ ഓയിലൊന്നും ചേർക്കാതെ ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഈ ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാബീൻ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെരി പെരി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്ന തരത്തിൽ തന്നെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പരമാവധി ഫുഡ് കളേഴ്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിന് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ചിക്കൻ കുഴിമന്തി ഉണ്ടാക്കുന്നതിൽ ചിക്കനിൽ ഞാൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പരമാവധി
ഫുഡ് കളറൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ശരിയാണ്. നമ്മൾ പരമാവധി ഫുഡ് കളേഴ്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോഴൊന്നും ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാറില്ല. വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്കൊരു മൂടി വെച്ചിട്ട് മൂടിയാലും മതി. എന്നിട്ട് നമുക്കിത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി, കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത്. ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഒന്ന് കുറച്ചെങ്കിലും പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമുക്കൊരു ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചാർക്കോളിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് പുക വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇതിലത്തെ പുകയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിത് 2 ടൈപ്പിൽ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഓവനിലും വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ പാനിൽ വെച്ചിട്ടും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ ഓവനിലത്തെ ഗ്രില്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രില്ലിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടി മസാല പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവൻ ഓൾറെഡി 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിൽ നിന്ന് ചൂട് വരുന്ന ആ മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 200 ഡിഗ്രിയിൽ തന്നെ ഒരു 45 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ ഓവനിൽ വെച്ചിട്ട് എങ്ങനെ ഗ്രില്ല് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ 2 സൈഡിൽ നിന്ന് ചൂട് വരുന്ന തരത്തിലുള്ള മോഡിൽ വെക്കും. പിന്നെ ഒരു 15 മിനിറ്റോളം മുകൾ ഭാഗത്ത് മാത്രം ചൂട് വരുന്ന തരത്തിൽ വെക്കും. പിന്നെ വീണ്ടും ഞാനൊരു 10 മിനിറ്റ് അടിഭാഗത്തു നിന്ന് മാത്രം ചൂട് വരുന്ന തരത്തിൽ വെക്കും. പിന്നെ ബാക്കിയുള്ള സമയം 2 സൈഡിൽ നിന്നും ചൂട് വരുന്ന തരത്തിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് വരാറ്. അപ്പോൾ ഓരോ ഓവനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓവനിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഓവനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ അടിയിലത്തെ ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ A4 ഷീറ്റൊക്കെ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ മസാല ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറ്റും. അപ്പോൾ ഓവന് കച്ചറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ സാധാ പാൻ എടുത്താലും മതി. ഇങ്ങനെ ഗ്രിൽ പാൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വലിയ പീസല്ലേ ചിക്കൻ്റെ പീസസ്, അപ്പോൾ ഉള്ളു വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ നമുക്ക് വെന്ത് കിട്ടും, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത ചിക്കന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള പെരി പെരി ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവനിൽ നിന്ന് എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടും പാനിൽ വെച്ചിട്ടും ഗ്രില്ല് ചെയ്ത പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടും കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ ഓവനിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷനായിട്ട് കിട്ടുന്നുള്ളൂ. എന്നാൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. പാനിൽ വെച്ചിട്ട് ചെയ്യണതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.